A+Group സ്വാഗതം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് 0.5% കുറച്ചു കഴിഞ്ഞു. ഈ പ്രഖ്യാപനം വന്നതിൻ്റെ പിന്നാലെ തന്നെ FD വായ്പകളുടെ പലിശ നിരക്കുകൾ കുറച്ചു തുടങ്ങിയ വിവരം നിങ്ങളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ബാങ്കുകളിൽ ICICI ആണ് FD പലിശ നിരക്ക് ആദ്യമായി കുറച്ച ബാങ്ക്. 3 കോടി രൂപയ്ക്ക് താഴെയുള്ള നിക്ഷേപങ്ങൾ, അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റുകളിൽ 0.25% വരെ ഈ ബാങ്ക് ICICI ബാങ്ക് കുറച്ച് കഴിഞ്ഞു. മറ്റ് ബാങ്കുകളിലും ഇതുപോലെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളിൽ പലിശ നിരക്കിൻ്റെ കുറവ് ഉടൻ പ്രാബല്യത്തിൽ വരും. ഇന്നലെ മുതൽ പുതിയ പലിശ നിരക്ക് പ്രാബല്യത്തിലായി കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ തുടക്കം ICICI ബാങ്ക് തന്നെയാണ് ആരംഭിച്ചു വെച്ചത്. ജനറൽ കാറ്റഗറിയിൽ 3 മുതൽ 6.6%, സീനിയർ സിറ്റിസൻ്റെ കാര്യത്തിൽ 3.5% മുതൽ 7.1% വരെയാണ് പുതിയ പലിശ നിരക്കുകൾ. ഇത് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ കാര്യത്തിലാണ് എന്ന് ഓർത്തിരിക്കുക. ഇതിനു മുൻപാണെങ്കിൽ സീനിയർ സിറ്റിസന് 7.3% വരെയും ജനറൽ വിഭാഗത്തിന് 6.85% വരെ ആയിരുന്നു പലിശ നിരക്ക് ലഭിച്ചു കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ 3 മുതൽ 6.6% വരെ ജനറലിലും, മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിൽ 3.5 മുതൽ 7.1% വരെ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഒറ്റയടിക്കാണ് റിപ്പോ നിരക്കുകൾ RBI കുറച്ചത്. ഇനി മുതൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നതിനുള്ള താൽപ്പര്യം ആളുകളിൽ കുറയാനാണ് സാധ്യത. മറ്റ് ബാങ്കുകൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് നിരക്കുകൾ കുറയ്ക്കുന്ന കാര്യം ഉടനെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, പുതിയ ഡിപ്പോസിറ്റിനോ നിലവിലുള്ളതിൻ്റെ കാലാവധി തീരുന്ന മുറയ്ക്ക് പലരും അത് റിന്യൂ ചെയ്യുമ്പോഴോ മാത്രമായിരിക്കും പുതിയ പലിശ നിരക്ക് ബാധകമാകുന്നത്. ഒരിക്കൽ കൂടി ആവർത്തിക്കാം, പുതിയതായി ഒരാൾ FD ഡിപ്പോസിറ്റ് തുടങ്ങുകയോ നിലവിലുള്ള ആളുകൾ ആ ഡിപ്പോസിറ്റിൻ്റെ കാലാവധി തീരുന്ന മുറയ്ക്ക് അത് പുതുക്കുകയോ ചെയ്യുമ്പോഴായിരിക്കും ഇപ്പോൾ RBI പ്രഖ്യാപിച്ച പുതിയ പലിശ നിരക്ക് ബാധകമാകുന്നത്. നിലവിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റുകളിലുള്ള പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാവില്ല എന്നുള്ളതും കൂടി അറിയുക. റിസർവ് ബാങ്ക് ഓഫ് ബറോഡ, UK ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ വായ്പാ പലിശ നിരക്കിൽ 0.5% കുറവ് വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. HDFC MCLR വായ്പകളുടെ പലിശ നിരക്ക് 0.1% കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. വായ്പകൾക്ക് പലിശ നിരക്ക് നിശ്ചയിക്കാൻ ബാങ്കുകൾ ആശ്രയിക്കുന്നത് RBIയുടെ നിർദ്ദേശങ്ങളാണ്. RBIയുടെ പുതിയ നിർദ്ദേശം അനുസരിച്ചാണ് ബാങ്കുകൾ ഈ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പലിശ നിരക്ക് ഇളവിൻ്റെ ഫലമായി ഭവന വായ്പകളുടെ തിരിച്ചടവ് തവണകളുടെ എണ്ണം കുറച്ച് കിട്ടാനോ അതുപോലെ കാലാവധി കുറച്ച് കിട്ടാനോ അവസരം ലഭിക്കും എന്നുള്ള ഒരു പ്രയോജനം കൂടി ഉണ്ട്. കാലാവധികളുടെ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും.